ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത്. അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ പേരിൽ. കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം, എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പൈസയുടെ കാര്യം ഒരിക്കലുമല്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഏതാ അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അത് വിടണം. അതാണോ അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അതൊക്കെ ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്റ്റ് റോൾ ആയിട്ട്? അങ്ങനെ എങ്ങനെ ഗസ്റ്റ് റോൾ ആവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കയറി പറഞ്ഞത് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോ കിട്ടിയപ്പോ അപ്രീസിയേഷനും കിട്ടി, അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വരണം. ഇങ്ങനെയൊക്കെ പോക്കെടുത്തരം ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ. അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. അത് ഗസ്റ്റ് 3 ദിവസമൊന്നും ഒരിക്കലും അല്ല. അല്ല, എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. നിങ്ങൾക്ക് ഉറപ്പണി അങ്ങനെ വിശ്വസിച്ചോളൂ. എന്റെ അടുക്കലും 3 ദിവസം അല്ല. അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ. അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശരിയാണ്. താങ്ക് യു. ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്ന എല്ലാവരോടും നന്ദി. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉത്തരം പറയാ, പ്രശ്നം ഉണ്ടാവും, ഉത്തരം പറയാന്നുള്ളത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ കാര്യങ്ങൾക്ക്? ഇന്റർവ്യൂവിന് ശേഷം LGP ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ബന്ധപ്പെടണേ? അല്ലെ സൗഹൃദം തുടരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ LGP ആയിട്ടുള്ള ഒരു സൗഹൃദം ഇനിയും തുടരണം. ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു ഒരു ശത്രുവായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്ന്. അല്ല, എന്റെ ശത്രു അല്ല. ഇതിലിപ്പോ അവരൊരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറയണം. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല. എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട്. പൈസയുടെ കണക്കുകൾ പറയുന്നില്ല. പൈസയുടെ കണക്ക് പറയണ്ട. അഭിനയിച്ച ദിവസം എന്നുള്ള ആ സിനിമയിലെ ഗസ്റ്റ് റോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ എപ്പോഴും എന്റെ ശമ്പളം പറയാം, ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണോ അത്ര വാങ്ങണം. അതാണ് എന്റെ ശമ്പളം. ഞാൻ ഞാൻ വെച്ചാലേ നിങ്ങള് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അത് ഈ പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാത്ത. ജോസഫിനും പൊറഞ്ഞൂര് ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന 5 ലക്ഷം രൂപയല്ല. അത് എത്ര ആയിക്കോട്ടെ. ഒരു സംശയം, ആദ്യം അവർ 5 പറയുന്നു, പിന്നീട് സിനിമ അയ്യേ അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പറഞ്ഞ വാക്കിന് മാറുന്ന ഒരു പരിപാടി. പോസ്റ്റ് കാണാൻ നമുക്കൊരു തോന്നുന്നു സംശയം. ഷൂട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് അതായത് 3 ദിവസം എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പോസ്റ്റിലുള്ളത്. അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് ആണ് 5,90,000 രൂപ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നു, നിർമ്മാതാക്കളൊക്കെ ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നടൻ വന്ന് 3 ദിവസം അഭിനയിച്ചതിന് 6 ലക്ഷം രൂപയോളം സാലറി മേടിച്ച് പോകുമോ എന്നുള്ളതാണ്.
അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ ഇതിപ്പോ ഒരു നടന്റെ സാലറി എന്ന് പറഞ്ഞാൽ അയാൾ അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ്. അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ. ഇതൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണ്ടേ അല്ലേ? ഇപ്പൊ ഒരു വെറുതെ 5 ലക്ഷം രൂപ പോസ്റ്റ് ഇട്ടിട്ട് 5 ലക്ഷം രൂപ മാത്രമാണോ സിനിമയ്ക്ക് ശേഷം കിട്ടിയിട്ടുള്ളൂ? എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതായത് ഇനി കൂടുതൽ എനിക്ക് വൈകി, അതുകൊണ്ടാണ് ദയവേത് ഇത് കൂടുതൽ കൊളവാക്കാനില്ല. കാരണം ഇത് നിങ്ങള് ഷോ ഓഫ് അല്ല, നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്.